Welcome, AEON'S Study Circle, Ministry Mission AS, PACE MES Co, Current Affairs, December 29, 30 and 31, 2020. The first topic is passage exercise conducted. Passage exercise conducted. Passage exercise conducted. An Indian Navy warship undertook a passage exercise with the Vietnamese Navy in the South China Sea as part of the effort to boost maritime cooperation between the two countries. An official statement said Indian naval ship INS Keltan was sent to deliver material for flood affected people in central Vietnam, and it participated in the exercise on its return journey. അപ്പം പാസേജ് വിയറ്റ്നാം എന്ന് പാസേജ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവിയും വിയറ്റ്നാം നേവിയും തമ്മിലുള്ള ഒരു നേവൽ ബേസിലുള്ള ഒരു എക്സസൈസ് ആണ്. ബൂസ്റ്റ് മാരിടൈം കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയും വിയറ്റ്നാം നേവി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു മാരിടൈം കോർപ്പറേഷന്റെ ബൂസ്റ്റിംഗ് ആണ് പാസേജ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്ത്യൻ നേവിയും ഇന്ത്യനും വിയറ്റ്നാമും തമ്മിലുള്ള ഇന്റർനാഷണൽ റിലേഷന്റെ പരമായിട്ടുണ്ടാകുന്ന ഒരു എക്സസൈസ് ആണ് പാസേജ് എക്സസൈസ്. അത് ഇന്ത്യൻ നേവൽ ഷിപ്പില് INS കെൽറ്റാനിലാണ് ഇത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പം INS കെൽറ്റാൻ, ഇന്ത്യൻ നേവി വാർഷിപ്പ്, വിയറ്റ്നാം നേവി ഓൺ സൗത്ത് ചൈന സീ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ദക്ഷിണ ചൈന കടലിൽ വിയറ്റ്നാമീസ് നാവിക സേനയുമായി പാസേജ് അഭ്യാസം നടത്തിയതായി ഔദ്യോഗികമായി പ്രസ്താവനയിൽ പറയുന്നു. മധ്യ വിയറ്റ്നാമിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവിക കപ്പലായ INS Deateild. The exercise has been conducted at the time when China has been expanding its military assertiveness in the South China Sea, notwithstanding mounting global concern and criticism. INS Keltan had arrived
at the Neh Reh port of Ho Chi Minh City with 15 ton of relief material for the flood-affected people of central Vietnam. The Defense Ministry has said the ship would undertake a passage exercise with the Vietnam People Navy in the South China Sea on its departure from Ho Chi Minh City. More than 230 people died in the central Vietnam due to the flood that ravaged the region of October-November on 2020. Recently, the Prime Minister held a virtual summit with his Vietnamese counterpart Nguyen Xuan Phu, during which both sides moved to boost overall defense and security cooperation, including the maritime sphere. അപ്പം ഈ ഒരു എക്സസൈസിൽ ഇന്ത്യയും അതുപോലെ തന്നെ വിയറ്റ്നാമുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊരു ഇന്ത്യൻ നേവിയുടെ ഒരു പരിപാടി, അല്ലെങ്കിൽ വാർഫെയർ, അതായത് ഫ്രണ്ട്ഷിപ്പ് വാർഫെയർ ആണ് അത് ഇന്ത്യൻ നേവിയും വിയറ്റ്നാം നേവീസുമായിട്ട് നടന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൽ നടന്ന അല്ലെങ്കിൽ സമയത്ത് നടന്ന ഫ്ലഡിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവിയുടെ കപ്പല് അങ്ങോട്ട് അവർക്ക് ഫ്ലഡിന് അഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെ അവർക്ക് ഫ്ലഡ് റിലീഫിന്റെ കാര്യമായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു സൗഹൃദ പരിപാടിയാണ് പാസേജ് എക്സസൈസ്. ഇപ്പൊ പാസേജ് എന്ന് നിങ്ങൾ ഓർക്കുക, പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു വഴി. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയും അതുപോലെ ഇന്ത്യൻ നേവിയും വിയറ്റ്നാം നേവിയായിട്ട് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് മാത്രം നിങ്ങൾ, അതാണ് പാസേജ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അത് ഫ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പരമായിട്ടുണ്ടായ ഒരു എക്സസൈസ് ആണ് പാസേജ് എക്സസൈസ്. അതിന്റെ ഇന്ത്യൻ നേവിയുടെ കപ്പൽ എന്ന് പറഞ്ഞാൽ INS കിൽട്ടാൻ, KATAN കിൽട്ടാൻ. ഇത് നടന്നത് സൗത്ത് ചൈന സീയിലാണ്. വർദ്ധിച്ചു വരുന്ന ആഗോള ആശങ്കകളും വിമർശനങ്ങളും വകവയ്ക്കാതെ ദക്ഷിണ ചൈന കടലിൽ ചൈന തങ്ങളുടെ സൈനിക ഉറപ്പ് വിപുലീകരിക്കുന്ന സമയത്താണ് ഈ അഭ്യാസം നടത്തിയത്. മധ്യ വിയറ്റ്നാമിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് 15 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി INS കിൽത്താൻ ഹോ ചി മിൻ സിറ്റിയിലെ റാങ് തുറമുഖത്ത് എത്തിച്ചിരുന്നു. ഹോ ചി മിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കപ്പൽ ദക്ഷിണ ചൈന കടലിൽ വിയറ്റ്നാം പീപ്പിൾസ് നേവിയുമായി പാസേജ് അഭ്യാസം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമായിരുന്നു. മധ്യ വിയറ്റ്നാമിൽ ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 230 അധികം ആളുകൾ മരിച്ചു. അതിനിടെ പ്രധാനമന്ത്രി തന്റെ വിയറ്റ്നാമീസ് കൗണ്ടർ NUL സുവാൻ ഫുക്കിനൊപ്പം ഒരു വെർച്വൽ ഉച്ചകോടി നടത്തി. ഈ സമയത്ത് സമുദ്ര മേഖലയുൾപ്പെടെയുള്ള പ്രതിരോധവും സുരക്ഷാ സഹകരണവും വർദ്ധിപ്പിക്കണമെന്ന് ഇരുപക്ഷവും പ്രതിജ്ഞ എടുത്തു. Years ago, Vietnam, an important country of the Asian Association of Southeast Asian Nation, has territorial dispute with China in the South China Sea region. India has oil exploration project in the Vietnamese waters in the South China Sea. China claimed sovereignty over all the South China Sea, a huge source of hydrocarbon. However, several ASEAN member countries including Vietnam, Philippines and Brunei have made counterclaim. വർഷങ്ങൾക്ക് മുന്നേ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറിയ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പ്രധാനപ്പെട്ട രാജ്യമാണ്. അതുപോലെ തന്നെ ആസിയൻ കൺട്രിയിലെ ഒരു മെമ്പറും കൂടിയാണ് വിയറ്റ്നാം. പിന്നെ ഇന്ത്യയുടെ പല എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റുകളും വിയറ്റ്നാമീസ് വാട്ടറിലാണെങ്കിൽ സൗത്ത് ചൈന സീയിലാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക.
അതുപോലെ തന്നെ സൗത്ത് ചൈന സീയിലെ ഹ്യൂജ് ഹൈഡ്രോ കാർബണിന്റെ കാര്യം ചൈന ക്ലെയിം ചെയ്തിരുന്നു. ഇത് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ കുറെ ചർച്ചകളും കാര്യങ്ങളും നടന്നിരുന്നു. അതുപോലെ തന്നെ ആസിയൻ മറ്റ് മെമ്പറുകൾ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ എന്നീ രാജ്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആസിയാന്റെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ഒരു പ്രധാന രാജ്യമാണ്. വിയറ്റ്നാമിന് ദക്ഷിണ ചൈന കടലിൽ മേഖലയിൽ ചൈനയുമായി പ്രാദേശിക തർക്കങ്ങളുണ്ട്. ദക്ഷിണ ചൈന കടലിലെ വിയറ്റ്നാമീസ് സമുദ്രത്തിൽ എണ്ണ പരിവേഷണ പദ്ധതികൾ ഇന്ത്യയിലും. ഹൈഡ്രോ കാർബണുകളുടെ ഒരു വലിയ സ്രോതസ്സായ ദക്ഷിണ ചൈന കടലിന് മേൽ പരമാധികാരം ചൈന അവകാശപ്പെടുന്നു. എന്നിരുന്നാലും വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ബ്രൂണൈ എന്നിവയുൾപ്പെടെ നിരവധി ആസിയാൻ അംഗരാജ്യങ്ങൾ എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, സോളാർ ഓർബിറ്റർ മേക്സ് വീനസ് ഫ്ലൈ ബൈ. സോളാർ ഓർബിറ്റർ മേക്സ് വീനസ് ഫ്ലൈ ബൈ. സോളാർ ഓർബിറ്റർ മേക്സ് വീനസ് fly by. The joint US-European Solar Orbiter spacecraft has completed its first of the many gravity-assisted flybys of Venus to start bringing it closer to the Sun and tilting its orbit in the order to observe our star from different perspectives. The spacecraft closest approach to Venus took place at 12:39 Coordinated Universal Time (UTC) on 27 December 2020. A partnership between NASA and the European Space Agency (ESA). The probe was launched in February to study the Sun. യുഎസും യൂറോപ്യൻ സോളാർ ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റ് തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറാണ്. അല്ലെങ്കിൽ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറാണ് നമ്മൾ ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റുമായിട്ട് പഠിക്കുന്നത്. അല്ലെങ്കിൽ ഓർബിറ്റർ ഫ്ലൈ സ്പൈ എന്ന് പറ്റി പഠിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സണ്ണിനെ പറ്റി പഠിക്കുക 2020 ഡിസംബറിലാണ്. ഡിസംബർ 20 2020 ഈ ഒരു പദ്ധതിയില് ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ജോയിന്റ് വെഞ്ചറുമായിട്ട് നടന്നു. ഇതിന്റെ ലോഞ്ചിങ് നടക്കുന്നത് ഫെബ്രുവരിയിലാണ്. അതായത് 2021 ഫെബ്രുവരിയിലാണ് സണ്ണിനെ പറ്റി പഠിക്കാനുള്ള ഈ ഒരു ഡീല് നടക്കുന്നത്. അല്ലെങ്കിൽ സണ്ണുമായിട്ടും അല്ലെങ്കിൽ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടൊരു പഠനമാണ്. ഗ്രാവിറ്റി അസിസ്റ്റന്റിനെ പരമായിട്ടുള്ള വീനസുമായിട്ട് ബന്ധപ്പെട്ടാണ്, സണ്ണും വീനസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയായ യുഎസ്എയും നടത്തുന്നത്. യുഎസ് യൂറോപ്യൻ സോളാർ ഓർബിറ്റർ ബഹിരാകാശ പേടകം ശുക്രനെ ഗുരുത്വാകർഷണ അസിസ്റ്റന്റ് ഡെയ്റ്റൈൽഡ് ആദ്യത്തേത് പൂർത്തിയാക്കി. സൂര്യനോട് കൂടുതൽ അടുപ്പിക്കാനും അതിന്റെ ഭ്രമണപഥത്തിൽ ചരിഞ്ഞ നമ്മുടെ നക്ഷത്രത്തെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്ന് നിരീക്ഷിക്കാനും 2020 ഡിസംബർ 27 12.39 കോർഡിനേറ്റേഴ്സ് യൂണിവേഴ്സൽ ടൈം ആണ് ബഹിരാകാശ പേടകത്തിന്റെ ഏറ്റവും അടുത്ത സമീപനം നടത്തുന്നത്. നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും തമ്മിലുള്ള പങ്കാളിത്തത്തോടെ ഫെബ്രുവരിയിൽ സൂര്യനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. Its mission is to perform unpredicted close-up observation of Sun and from high latitude, providing the first image of the uncharted polar region of the Sun and investigation the Sun-Earth connection. The solar orbiter path around the Sun has been chosen to be in resonance with Venus, which means
that it will return to the planet vicinity every few orbit and can again use to planetary gravity to alter or tilt its orbit. The next encounter will be in August 2021. Initially, the spacecraft will be confined to the same plane as a planet, but each encounter of Venus will increase its orbital inclination. By 2025, it will make the first solar pass and 70-degree inclination, increasing to 33-degree by the end of the decade, bringing ever more than polar region into the direct view. This will result in the spacecraft being able to take the first even image of the sun polar region, crucial for understanding how the sun works, for investigation sun-earth connection, and how we can better predict periods of stormy space weather. അപ്പം ഈ മിഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് സൂര്യന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി അതിന്റെ ഇമേജുകൾ എടുത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠനം. അതാണ് ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുമായിട്ട് സോളാർ ഓർബിറ്റ് ഏറ്റവും അടുത്ത് ചെല്ലുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഇമേജ് ക്യാപ്ചറിങ് നടക്കുന്നത്. ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ ഇമേജ് ക്യാപ്ചറിങ് നടക്കുന്നത്. ഇനി ഇതിന്റെ ഫർദർ ആയിട്ട് മുന്നോട്ട് പോകും തോറും 2025 വരുമ്പോൾ സോളാർ പാസ് 17 ഡിഗ്രി ഇംഗ്ലീഷിന്, അതായത് 17 ഡിഗ്രി ചെരിഞ്ഞ ഒരു അവസ്ഥയിലെത്തുമ്പോഴത്തിന് അപ്പൊ 33 ഡിഗ്രി എൻഡിൽ ഡെക്കേഡിലും അപ്പം ഏറ്റവും കൂടുതൽ പോളാർ റീജിയനിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ സണ്ണിലേക്ക് കിട്ടും. അത് വീനസുമായിട്ടും എർത്തുമായിട്ടുള്ള കൂടുതൽ പഠനവുമായിട്ടും ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള ഒരു വർക്കിനാണ് ഈ മിഷന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സൂര്യനിൽ നിന്ന് ഉയർന്ന അക്ഷാംശങ്ങളിൽ നിന്നും അഭൂതപൂർവമായ ക്ലോസപ്പ് നിരീക്ഷണങ്ങൾ നടത്തുക, സൂര്യന്റെ അജ്ഞാത ധ്രുവപ്രദേശങ്ങളിലെ ആദ്യ ചിത്രങ്ങൾ നൽകുക, സൂര്യ ഭൂമി ബന്ധം അന്വേഷിക്കുക എന്നിവയാണ് ഇതിന്റെ ദൗത്യം. സൂര്യന് ചുറ്റും സൗരോർജ ഭ്രമണപഥത്തിന്റെ പാത ശുക്രനുമായി അനുകരണം ഉള്ളതായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനർത്ഥം ഇത് ഓരോ അനുക്രമണം ഉള്ളതായി തിരഞ്ഞെടുക്കും. അതിനർത്ഥം ഈ ഓരോ ഏതാനും ഭ്രമണപഥങ്ങളും ഗ്രഹത്തിന്റെ പരിസരത്തേക്ക് മടങ്ങുമെന്നും ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് അതിന്റെ ഭ്രമണപഥത്തിൽ മാറ്റം വരുത്താനോ ചായ്ക്കാനോ കഴിയും. അടുത്ത ഏറ്റുമുട്ടൽ 2021 ഓഗസ്റ്റിൽ ആയിരിക്കും. തുടക്കത്തിൽ ബഹിരാകാശ വാഹനം ഗ്രഹങ്ങളുടെ അതേ തലം മാത്രമായി ഒതുങ്ങും. പക്ഷേ ശുക്രന്റെ ഓരോ ഏറ്റുമുട്ടലും അതിന്റെ പരിക്രമണ ശൈവ് വർദ്ധിപ്പിക്കും. 2025 ഇത് 17 ഡിഗ്രി ചെരിവിൽ ആദ്യത്തെ സോളാർ പാസ് ആക്കും. ദശകത്തിന്റെ അവസാനത്തോടെ ഇത് 33 ഡിഗ്രിയായി ഉയരും. ഇത് ധ്രുവപ്രദേശങ്ങളെ കൂടുതൽ നേരിട്ട കാഴ്ചയിലേക്ക് കൊണ്ടുവരും. സൂര്യന്റെ ധ്രുവപ്രദേശങ്ങളുടെ ആദ്യ ചിത്രങ്ങൾ എടുക്കാൻ ബഹിരാകാശ പേടകത്തിന് ഇത് കാരണമാകും. സൂര്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സൂര്യഭൂമി കണക്ഷനെ കുറിച്ച് അന്വേഷിക്കുന്നതിനും കൊടുങ്കാറ്റുള്ള ബഹിരാകാശ കാലാവസ്ഥയുടെ കാലഘട്ടങ്ങൾ എങ്ങനെ നന്നായി പ്രവചിക്കുമെന്നും നിർണായകമാണ്. നെക്സ്റ്റ്, ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവ്. ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവ്. ഗാന്ധി കിങ് സ്കോളർലി Exchange Initiative. US President Donald Trump has signed into law the Gandhi King Scholarly Exchange Initiative that, among other than pave the way of establishing an education forum between America and India to study the work and legacies of Mahatma Gandhi and Martin Luther King. The new law authorities $1 million a year through fiscal 2025 for the Gandhi King Scholarly Exchange Initiative. It also authorized $2 million for just
financial year 2021 for the Gandhi King Global Academy and $30 million for 2021 for the US India Gandhi King Development Foundation. അപ്പം എന്താണ് ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ കുറിച്ചും മാർട്ടിൻ ലൂതറിനെ കുറിച്ചും ഒരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. അത് 2025 വരെയുള്ള കാലഘട്ടത്താണ്. 2025 വരെയുള്ളൊരു ട്രീറ്റിയിലാണ് ഇന്ത്യയും യുഎസും ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തുണ്ടായ ഒരു അഗ്രിമെന്റ് ആണ്. അപ്പം അതിന്റെ ലോ അതോറിറ്റി $1 million ഇയർ ആണ്. 2025 വരെ അങ്ങനെ കൂട്ടി നോക്കുമ്പം കൂടി ഓരോ കൂടി അങ്ങനെ 2025 ഏകദേശം 40-50 മില്യൺ ആയിട്ട് മാറും. അതാണ് ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി കിങ് ഗ്ലോബൽ അക്കാദമിയും രൂപീകരിക്കും. മഹാത്മാഗാന്ധിയുടെയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെയും പ്രവർത്തനങ്ങളും പാരമ്പര്യങ്ങളും പഠിക്കാൻ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു വിദ്യാഭ്യാസ ഫോറം സ്ഥാപിക്കുന്നതിന് മറ്റു കാര്യങ്ങളിൽ വഴിയൊരുക്കുന്നുവെന്ന് ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഇനിഷ്യേറ്റീവ് നിയമത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഗാന്ധി കിങ് സ്കോളർലി എക്സ്ചേഞ്ച് ഓർഗനൈസേഷനായി 2025 സാമ്പത്തിക വർഷത്തിൽ പ്രതിവർഷം $1 million ഗാന്ധി കിങ് ഗ്ലോബൽ അക്കാദമിക്ക് 2021 സാമ്പത്തിക വർഷത്തിൽ $2 million US ഇന്ത്യ ഗാന്ധി കിങ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷന് 2021 $30 million അംഗീകാരം നൽകുന്നു. The new law also authorized the US State Agency of International Development (USAID) to establish a US India Development Foundation that would leverage the Indian private sector to address development priorities in India. The Development Foundation would receive $50 million per year from 2022 through 2025, but only if India's private sector commits to match US government contribution. The Congressional Budget Office estimated that the bill would cost $51 billion over 5 years. In 2009, late Congressman John Lewis led a congressional delegation visit to India to commemorate the 15th anniversary of Dr. King's pilgrimage to India. Inspired by his visit, Congressman Lewis created the Gandhi King Exchange Act to seek to apply the philosophies of Gandhi and Dr. King Jr. to conflict resolution effort, and currently policy changes the act, among other things, authorities State Department in cooperation with the Indian government to establish an annual education forum for scholars from both countries that focus on the legacies of Gandhi and Dr. King Jr. അപ്പം ഈ ഒരു ഇന്ത്യയും യുഎസും തമ്മിലുള്ള കരാറിൽ ഒരുപാട് കാര്യങ്ങൾ, മഹാത്മാഗാന്ധിയെ കുറിച്ചും അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ജൂനിയറിനെ കുറിച്ചും കൂടുതലുള്ള പഠനത്തിന് വേണ്ടിയാണ് ഈ ഒരു അഗ്രിമെന്റ് ഇന്ത്യയും യുഎസും ഒപ്പുവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതില് പറയുന്ന അക്കാദമിയുടെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ അതിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനു വേണ്ടി ടോട്ടലായിട്ട് ഈ 5 വർഷം കൊണ്ട് 2025 വരെ 5 വർഷം കൊണ്ട് $51 million മൊത്തത്തിൽ ചിലവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 2009 കോൺഗ്രസ്മാൻ ജോൺ ലോയിസ് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോൾ ഒരു പിൽഗ്രിമേജ് സെന്റർ ആയിട്ട് ഡോക്ടർ കിങ്ങിന്റെ പിൽഗ്രിമേജ് സെന്റർ ഇന്ത്യ മാറുക, അതിന്റെ ഒരു ഫലമായിട്ടുണ്ടായ ഒരു ടോക്കിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ വികസന മുൻഗണനകൾ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ സ്വകാര്യ മേഖലയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു US ഇന്ത്യ വികസന ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിന് പുതിയ നിയമം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്
അംഗീകാരം നൽകുന്നു. വികസന ഫൗണ്ടേഷന് 2022 മുതൽ 2025 വരെ പ്രതിവർഷം 15 ദശലക്ഷം $US ലഭിക്കും. എന്നാൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയെ US ഗവൺമെന്റിന്റെ സംഭാവനയായി പൊരുത്തപ്പെടുന്നതിന് മാത്രം 5 വർഷത്തിനുള്ളിൽ $51 ബില്യൺ ചെലവാക്കുമെന്ന് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് കണക്കാക്കും. ഡോക്ടർ കിങ്ങിന്റെ ഇന്ത്യയിലേക്കുള്ള തീർത്ഥാടനത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി 2009 അന്തരിച്ച കോൺഗ്രസ് ജോൺ ലോയിസ് ഒരു കോൺഗ്രസ് പ്രതിനിധി സന്ദർശനത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസുകാരനായ ലൂയിസ് ഗാന്ധിയുടെയും ഡോക്ടർ കിങ് ജൂനിയറിന്റെയും തത്വചിന്തകൾ പൊരുത്തപ്പെടാൻ ശ്രമങ്ങൾക്കും നിലവിലെ നയവെല്ലുവിളികൾക്കും ബാധകമാകുന്നതിന് ഗാന്ധി കിങ് എക്സ്ചേഞ്ച് ആക്ട് സൃഷ്ടിച്ചു. ഗാന്ധിയുടെയും ഡോക്ടർ കിങ് ജൂനിയറിന്റെയും പാരമ്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇരു രാജ്യങ്ങളുടെയും പണ്ഡിതന്മാർക്ക് വാർഷിക വിദ്യാഭ്യാസ ഫോറം സ്ഥാപിക്കാൻ ഈ നിയമം ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് അധികാരപ്പെടുത്തുന്നു. Next topic, China launches remote sensing satellite. China launch remote sensing satellite. China launch remote sensing satellite. China has successfully launched a new remote sensing satellite into space, official media reported on 28 December 2020. Satellite was launched on 27 December 2020 night from the Jiuquan Satellite Launch Center in northwest China. The satellite Yuguan 33 was launched aboard a Long March 4C rocket and entered the planet orbit successfully. It was a 357th flight mission of Long March carrier rocket series. The mission also sent a micro and nanotechnology experiment satellite into orbit. The two satellites will be used for scientific experiment, land resource survey, crop yield estimation, and disaster prevention and reduction. അതുപോലെ തന്നെ ചൈന പുതിയൊരു റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. അത് 2028 റിപ്പോർട്ട് ചെയ്തു. 2020 ഡിസംബർ 27 നൈറ്റിനാണ് വിക്ഷേപിച്ചത്. ജഗ്ഫാർ സാറ്റലൈറ്റ് ലോഞ്ചിൽ നിന്നും നോർത്ത് വെസ്റ്റ് ചൈനയിൽ നിന്നും. ഇതിന്റെ പ്രധാനപ്പെട്ട ചൈനയുടെ 357ാമത്തെ ഫ്ലൈറ്റ് മിഷൻ ആണ്. അതായത് യുഗോൺ 33 എന്ന റോക്കറ്റിൽ, മാർച്ച് 4C എന്ന റോക്കറ്റിൽ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം മൈക്രോ നാനോ ടെക്നോളജി എക്സ്പെരിമെന്റ് ആണ് സാറ്റലൈറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു മിഷന്റെ ഉദ്ദേശം. അതിന്റെ കൂടെ തന്നെ ക്രോപ്പ് ഫീൽഡും അല്ലെങ്കിൽ റിസോഴ്സ് സർവേയും ലാൻഡ് സർവേയും ഡിസാസ്റ്റർ പ്രിവെൻഷനും എല്ലാം ഇതിന്റെ കൂടെ ഉള്ള ഒരു സ്റ്റഡിയും കൂടെ ഇതിലൂടെ വെച്ചിട്ടുണ്ട്. ചൈന പുതിയ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് ഔദ്യോഗിക മാധ്യമങ്ങൾ 2020 ഡിസംബർ 21 റിപ്പോർട്ട് ചെയ്തു. 2020 ഡിസംബർ 27 രാത്രി വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ജിയോഖോൺ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ഉപഗ്രഹം വിക്ഷേപിച്ചു. ജിയോഖോൺ 33 എന്ന ഉപഗ്രഹം ലോങ് മാർച്ച് 4C റോക്കറ്റിൽ വിക്ഷേപിക്കുകയും ആസൂത്രിത ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിക്കുകയും ചെയ്തു. ലോങ് മാർച്ച് കരിയർ റോക്കറ്റ് സീരീസിന്റെ 357ാമത്തെ ഫ്ലൈറ്റ് മിഷനാണ് ഇത്. മൈക്രോ നാനോ ടെക്നോളജി പരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് അയച്ചു. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, ഭൂവിവര സർവേ, വിളവ് കണക്കെടുക്കൽ, ദുരന്ത പ്രതിരോധം കുറയ്ക്കൽ എന്നിവയ്ക്കായി 2 ഉപഗ്രഹങ്ങളും ഉപയോഗിക്കും. Next topic, DRDO develops QRNG. DRDO develops QRNG. DRDO develops QRNG. After successful testing the quantum key distribution technology QKD, the Defense Research and Development Organization DRDO has achieved another milestone in quantum technology by successfully developing the quantum random number generation QRNG. The Ministry of Defense said on 29 December 2020. DRDO
Defense Research Development Organization successfully ലോഞ്ച് ചെയ്ത ഒരു കാര്യമാണ് ക്വാണ്ടം റാൻഡം നമ്പർ ജനറേഷൻ QRNG. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഫലമായിട്ടുണ്ട്. പറഞ്ഞത് 25 ഡിസംബർ 2020 സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തത്. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി QKD. ക്വാണ്ടം കീ ടെക്നോളജി QKD വിജയകരമായി പരീക്ഷിച്ച ശേഷം പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO ഒരു ക്വാണ്ടം റാൻഡം നമ്പർ ജനറേഷൻ വിജയകരമായി വികസിപ്പിച്ചുകൊണ്ട് ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടതായി പ്രതിരോധ മന്ത്രാലയം 2020 ഡിസംബർ 21 അറിയിച്ചു. The DRDO Young Scientist Laboratory for Quantum Technologies and DRDO facility based in Mumbai has developed a QRNG which has the ability to detect random quantum event and convert those into a stream of binary digest. The facility has developed a fiber optics branch path based QRNG. Branch path based QRNG like on the principle that if the single photon falls on a balanced beam splitter, it will take either the beam splitter output path randomly. As the path chosen by the photon is random, the randomness is translated to sequence of binary digits also called bytes. അപ്പം ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ഒരു DRDO എന്ന റിസർച്ച് ഓർഗനൈസേഷൻ പുതിയൊരു ടെക്നോളജി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അതിന്റെ ഒരു നാനോ ടെക്നോളജി ആയിട്ടുള്ള ഒരു രീതിയിൽ ബൈനറി ഡിജിറ്റ്സിനെയും അല്ലെങ്കിൽ ബൈറ്റ്സിനെയും പറ്റി ഒരു സീക്വൻസ് പുതിയതായിട്ട് ടെക്നോളജിയിൽ കണ്ടുപിടിച്ചു. അത് QRNG ഒരു ഫൈബർ ഒപ്റ്റിക്സ് ബ്രാഞ്ച് പാത്തിലൂടെ QRNG കടത്തിവിട്ടുള്ള ഈ ഒരു ബൈറ്റ്സും അല്ലെങ്കിൽ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി DRDOയ്ക്ക് കഴിഞ്ഞത്. ഇതൊരു പുതിയൊരു ടെക്നോളജി ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു സക്സസ്ഫുൾ മിഷൻ ആയിട്ട് തന്നെ DRDO ഇതിനെ കണക്കുകൂട്ടി. പ്രമാണീകരണം തുടങ്ങിയ ശാസ്ത്രീയ സിമുലേഷനുകൾ, ലോട്ടറികൾ, അടിസ്ഥാന ഭൗതിക ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ റാൻഡം നമ്പറുകൾക്ക് ആവശ്യ പങ്കുണ്ട്. ക്ലാസിക്കൽ രീതി ശാസ്ത്രത്തിൽ തികഞ്ഞ ക്രമരഹിതയുടെ ഉൽപാദനം അസാധ്യമാകണമെന്ന് കണക്കാക്കപ്പെടും. ക്വാണ്ടം മെക്കാനിക്സ് യഥാർത്ഥ റാൻഡം നമ്പറുകളിൽ ഉള്ള അന്തർലീനമായ കഴിവുണ്ട്. അതിനാൽ ക്രമരഹിതം ആവശ്യമായ ശാസ്ത്രീയ ആപ്ലിക്കേഷനുകൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനായി ഇത് മാറി. ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പറുകളും DRDOയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച റാൻഡംനെസ് ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് സ്യൂട്ട് ഓഫ് SNG ഉപയോഗിച്ച് വിലയിരുത്തി പരിശോധിക്കുന്നു. ഈ വികാസത്തോടെ ക്വാണ്ടം പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി ക്രമരഹിതമായ സംഖ്യകളുടെ ഉൽപാദനം നേടാനുള്ള സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ ക്ലബിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു. About DYSL-QT. DYSL-QT is one of the 5 YSL Young Scientist Laboratories of DRDO which are working on 5 different technologies. The other facilities are Artificial Intelligence, Bengaluru,
Cognitive Technology, Chennai, Asymmetric Technology, Kolkata, Smart Material, Hyderabad. These 5 facilities were dedicated to nation by Prime Minister Narendra Modi in January this year. DYSL എന്ന് പറഞ്ഞാൽ Development Young Scientist Laboratory. DYSL എന്ന് പറഞ്ഞാൽ Development Young Scientist Laboratories. അപ്പം ഇതിന്റെ 5 ഡിഫറെന്റ് ടെക്നോളജി ഉണ്ട്. അതൊന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ബംഗളൂരുവില്, കോഗ്നിറ്റീവ് ടെക്നോളജി ചെന്നൈയില്, അസിമെട്രിക് ടെക്നോളജി കൊൽക്കത്തയില്, സ്മാർട്ട് മെറ്റീരിയൽ ഹൈദരാബാദിൽ. ഇങ്ങനെ ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയുള്ള 5 ഡിഫറെന്റ് ടെക്നോളജിയാണ് ഈ ഒരു ഡെവലപ്മെന്റ് യങ് സയന്റിസ്റ്റ് ലബോറട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് പ്രൈം മിനിസ്റ്റർ. 5 വ്യത്യസ്ത സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന DRDOയുടെ 5 YSLുകൾ യങ് സയന്റിസ്റ്റ് ലബോറട്ടറി. ഒന്നാണ് DYSL QT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബംഗളൂരു, കോഗ്നിറ്റീവ് ടെക്നോളജി ചെന്നൈ, അസിമെട്രിക് ടെക്നോളജി കൊൽക്കത്ത, സ്മാർട്ട് മെറ്റീരിയൽ ഹൈദരാബാദ് എന്നിവയാണ് മറ്റ് സൗകര്യങ്ങൾ. ഈ 5 സൗകര്യങ്ങളും ഈ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചു. What is QKD? QKD is primarily a mechanism to undertake secure communication which utilizes a cryptographic protocol involving various components of quantum mechanics. The technology enabled to communicating side to come up with random secrets key shared by both of them and known exclusively to them, and only they can use it to encrypt and decrypt message, thus achieving highly secure communication. QKD എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് QKD എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇതിന് ഒരു ഓരോ കാര്യങ്ങളും മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാനും എൻക്രിപ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു മെക്കാനിസമാണ് QKD എന്ന് പറയുന്നത്. എന്താണ് QKD? ക്വാണ്ടം മെക്കാനിക്സിന്റെ വിവിധ ഘടകങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോകോൾ ഉപയോഗിച്ച് സുരക്ഷിത ആശയവിനിമയം ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനമാണ് QKD പ്രാഥമികമായി നടക്കുന്നത്. 2 ആശയവിനിമയ വശങ്ങളും അവ രണ്ടും പങ്കിട്ടതും അവയ്ക്ക് മാത്രമായി അറിയപ്പെടുന്ന രഹസ്യക്രിയകൾ കൊണ്ടുവരാനും സാങ്കേതിക വിദ്യ പ്രാപ്തമാകുന്നു. മാത്രമല്ല സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും അവയ്ക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ ഉയർന്ന സുരക്ഷിതമായ ആശയവിനിമയം നേടാൻ ഇതിന് സാധിക്കും. What is quantum technologies? Quantum technologies concern the study, control and manipulation of quantum principle-based system with the goal of achieving information processing, secure communication and superior sensors beyond the limit of the classical system. It is deeply interdisciplinary field lying across of the areas such as quantum physics, condensed matter physics, computer science, mathematics and electronics engineering. അപ്പോൾ ഈ ക്വാണ്ടം ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റഡീസും അതുപോലെ തന്നെ ഒരുപാട് മാനിപ്പുലേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതുമായിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ നമ്മുടെ പഠനം നടക്കുന്നത് ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് കൂടുതലായിട്ടും ഈ ക്വാണ്ടം ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ക്വാണ്ടം ടെക്നോളജി നടക്കുന്നത് നമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻ. നിങ്ങൾ ഈ ക്വാണ്ടം ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓർക്കുന്നത് നമ്പറിന്റെ റിലേഷനാണ്, അല്ലെങ്കിൽ നമ്പറിന്റെ ഡിക്രിപ്ഷനും അല്ലെങ്കിൽ മെസ്സേജ് ഡിക്രിപ്ഷനുമാണ് ഈ ക്വാണ്ടം ടെക്നോളജി കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ സെൻസേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയാണ് ക്വാണ്ടം ടെക്നോളജിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. അപ്പം നമ്പറിന്റെ തിയറി അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ക്രോഡീകരണം അതെങ്ങനെ നമ്മൾ ടെക്നോളജി ആയിട്ട് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, അതാണ് ക്വാണ്ടം ടെക്നോളജിയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. എന്താണ് ക്വാണ്ടം ടെക്നോളജീസ്? ക്ലാസിക്കൽ സിസ്റ്റങ്ങളുടെ പരിധിക്കപ്പുറം
വിവര പ്രോസസ്സിംഗ്, സുരക്ഷിത ആശയവിനിമയം, മികച്ച സെൻസറുകൾ എന്നിവ നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെ ക്വാണ്ടം തത്വ അധിഷ്ഠിത സിസ്റ്റങ്ങളുടെ പഠനം, നിയന്ത്രണം, കൃത്രിമം എന്നിവ ക്വാണ്ടം ടെക്നോളജീസ് ആശയപ്പെടുന്നു. ക്വാണ്ടം ഫിസിക്സ് ബഹിഷ്കരിച്ച ദ്രവ്യ ഭൗതിക ശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളുടെ ക്രോസ് ഓവറുകൾ സ്ഥിതി ചെയ്യുന്ന ആഴത്തിലുള്ള ഇന്റർ ഡിസിപ്ലിനറി മേഖലയാണിത്. കമ്മ്യൂണിസം. ധ്വനി 2021. ശക്തമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പുറം ഒരു വ്യക്തിയുടെ മനസ്സിന്റെ സ്വാധീനിക്കാനുള്ള കഴിവുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ പറയേണ്ടതാവണം എന്നില്ല, പക്ഷേ പറയുന്നതെല്ലാം ചിന്തിക്കുന്നുണ്ടാവണം. ഉയർച്ച ശബ്ദത്തിൽ വാക്കുകളോടെ സംവദിക്കാൻ നിങ്ങൾക്കും ഒരവസരം. AEON സ്റ്റഡി സർക്കിൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ധ്വനി 2021. മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഒരു വേദി. വാക്കുകൾക്ക് ശബ്ദം നഷ്ടപ്പെടുമ്പോൾ നിശബ്ദതയുടെ ഗർജനങ്ങൾ ഇന്നലകളുടെ പാറയിടുക്കുകളിൽ തട്ടി പ്രതിധ്വനിക്കും. ചിന്തകളുടെ ശബ്ദം പൈശാചികമാകുകയും മൂർച്ചയും ആഴമേറുകയും നിങ്ങളുടെ ശബ്ദങ്ങൾ പുതുമ നിറഞ്ഞതാവട്ടെ. IPS.